രത്നദേവി കഥനികയിൽ കൊല്ലം ജില്ലയിൽ ചവറയ്ക്ക് സമീപമുള്ള പൊന്മനയിൽ വാണരുളുന്ന കാട്ടൽ മേഘതൽ അമ്മയുടെ കഥ കേൾക്കാം. പണ്ട് AD 1781 കൊല്ലം മാർത്താണ്ഡവർമ്മ രാജാവ് വൃശ്ചിക മാസത്തിലെ പൗർണമിയും പൂയം നക്ഷത്രവും ചേർന്ന് വന്ന ദിവസം വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ മയങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് ദേവി ചൈതന്യം കായൽ തീരത്ത് അനുഭവപ്പെട്ടു. പിന്നീടത് കടലിലോട്ട് താഴുന്ന പോലെയും തോന്നി. വഞ്ചി കരയിലേക്ക് അടുപ്പിച്ച് തനിക്ക് ദർശനമുണ്ടായതായി അനുഭവപ്പെട്ട സ്ഥലത്തേക്ക് അദ്ദേഹം നടന്നു. ആ സ്ഥലത്ത് കുറച്ചു നേരം ധ്യാനം ചെയ്ത് മാർത്താണ്ഡവർമ്മ അവിടെ ദേവിയുടെ ചൈതന്യം ഉണ്ടെന്നും ക്ഷേത്രം നിർമ്മിക്കണം എന്നും അറിയിച്ചു. തൻ്റെ പിൻഗാമികൾ അവിടെ എത്തുമ്പോൾ വിശ്രമിക്കാനായി കായൽ തീരത്ത് ഒരു കൊട്ടാരവും പണിതു. ആ സ്ഥലം കൊട്ടാരക്കടവ് എന്നറിയപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം ഈ സ്ഥലത്ത് ഒരു എട്ടുകെട്ട് തറവാട് കാട്ടൽ വീട്ടിൽ എന്ന നാമത്തിൽ ഉണ്ടായിരുന്നു. അതിലെ കാരണവർ കൃഷി സാധനങ്ങൾ വാങ്ങിക്കാൻ ചമ്പക്കുളത്തേക്ക് ചെന്നു. അവിടെ ഒരു ബാലിക കരഞ്ഞു നിൽക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. ആ ബാലികയെ ആശ്വസിപ്പിച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയി. തിരിച്ചു വരുമ്പോഴും ആ ബാലിക അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആ കുഞ്ഞിനോട് സ്നേഹവും കാരുണ്യവും തോന്നിയ അദ്ദേഹം തൻ്റെ ഒപ്പം തറവാട്ടിലേക്ക് കൂട്ടി. സ്വന്തം മകൾക്ക് തുല്യം വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്തു. അവരുടെ സന്തതികൾ ആ പ്രദേശത്ത് കഴിയാൻ തുടങ്ങി. ഒരു സമയം ഈ പരമ്പരയിൽ സന്തതികൾക്ക് വ്യാധി വന്നു. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പണ്ട് ആ പ്രദേശത്ത് ചമ്പക്കുളത്തിൽ നിന്നും വന്ന ബാലികയുടെ പരദേവതയെ പൂജിക്കാൻ അവിടെ ആരും തന്നെ ഇല്ല എന്നും പരദേവതയെ ഈ പ്രദേശത്ത് പ്രതിഷ്ഠിക്കണം എന്നും അറിഞ്ഞു. പക്ഷേ ആ വീട്ടുകാർക്ക് ദേവിയെ ചെമ്പക്കുളത്തിൽ നിന്നും വരുത്തുവാനോ ഇവിടെ പ്രതിഷ്ഠിക്കുവാനോ സമ്പത്ത് ഉണ്ടായിരുന്നില്ല. അതിനും ദേവി പരിഹാരം അറിയിച്ചിരുന്നു അത്രേ. താൻ ഒരു ദിവസം മുതലയുടെ മുകളിൽ ഈ പ്രദേശത്ത് എത്താം എന്ന്. ആ പ്രകാരം ദേവി ഭദ്രകാളി സ്വരൂപമായി മുതലയെ വാഹനമാക്കി കൊട്ടാരക്കടവിൽ എത്തി എന്നും അവിടെ മലയിൽ എന്ന കുടുംബം യക്ഷിക്കും ബ്രഹ്മരക്ഷസിനും വേണ്ടി കത്തിച്ചു വച്ചിരുന്ന വിളക്ക് ദേവി തൊഴുതു എന്നും പറയപ്പെടുന്നു. ഈ സ്ഥലം മൂലസ്ഥാനമായി ആരാധിക്കപ്പെടുന്നു. ഇന്നും കെടാവിളക്ക് ഇവിടെയുണ്ട്. മലയിൽ കുടുംബമാണ് അത് സംരക്ഷിക്കുന്നത്. കായലിനും കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന കാട്ടൽ മേഘതൽ ക്ഷേത്രം മണികെട്ടമ്പലം എന്നും അറിയപ്പെടുന്നു. പ്രധാന വഴിപാട് മണികെട്ടായതിനാലാണ് ഈ നാമം. അതിനുമുണ്ടൊരു കഥ. പണ്ട് കൊടിമരത്തിൽ നിന്നും വീണ ഒരു മണിയെ ക്ഷേത്രത്തിലെ സേവകൻ അവിടുത്തെ ആലമരത്തിൽ കെട്ടി. അദ്ദേഹത്തിന് ശരീരത്തിൽ ശക്തി പ്രാപിക്കുന്നത് പോലെ തോന്നിയെന്നും അതോടെ അദ്ദേഹത്തിന് ഒരുപാട് ഐശ്വര്യമുണ്ടായി എന്നുമാണ് ഐതിഹ്യം. അന്നു മുതൽ വിശ്വാസികൾ മണികെട്ടി ആരാധിക്കുവാൻ തുടങ്ങി. 3, 5, 7 പ്രാവശ്യം വ്രതം നോറ്റാണ് മണികെട്ടാൻ ഭക്തർ വരുന്നത്. 7 പ്രാവശ്യം ആലമരം പ്രദക്ഷിണം വെച്ചാണ് മണികെട്ടുന്നത്. ആഗ്രഹിച്ച കാര്യം നടക്കുമെന്നത് സുനിശ്ചിതം. അതിനുശേഷം പൊങ്കാലയോടെയാണ് ഈ ചടങ്ങ് അവസാനിക്കുന്നത്. ഇവിടത്തെ പ്രാർത്ഥനാ ഫലത്തിന് ആലമരത്തിലെ മണികളാണ് സാക്ഷി. വൃശ്ചിക മാസത്തിലെ 12 വിളക്ക് ഉത്സവ സമയത്ത് ഭജന പാർക്കലാണ് മറ്റൊരു വിശേഷത.
വൃശ്ചികമാസം 1 മുതൽ 12 നാൾ ഭക്തർ കുടിൽ കെട്ടി ഭജനയിരിക്കും. 3 നേരവും അമ്മയെ ദർശിച്ച് ക്ഷേത്രത്തിലെ ഭക്ഷണവും കഴിച്ച് ഭജനയിരിക്കുന്നതാണ് വ്രതരീതി. 10 മീറ്റർ മാത്രം കടലിൽ നിന്നും ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര കിണറുകളിൽ ശുദ്ധജലം ലഭിക്കുന്നത് ഇന്നും അത്ഭുതം. കാട്ടിൽ മേഘത്തിൽ ദേവി ഭദ്രകാളി സ്വരൂപമായി ഭക്തരുടെ മണികെട്ടി പ്രാർത്ഥന സുനിശ്ചിതമായി അനുഗ്രഹിക്കുന്ന കാരുണ്യവതിയായി വാണരുളുന്നു.